നമസ്കാരം. തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 നമ്മളുടെ ലോകസഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 7 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. അതിൽ 4 ഘട്ടം പൂർത്തിയായി. ഇനി 3 ഘട്ടം മാത്രമാണ് ബാക്കി ഉള്ളത്. ഈ അവസരത്തിൽ മറ്റാരും ശ്രദ്ധയിൽപ്പെടുത്താത്ത ഒരു വസ്തുത നിങ്ങളെല്ലാം അറിയിക്കുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 2 സംസ്ഥാനങ്ങളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ഒന്ന് ആന്ധ്രാപ്രദേശും ഒറീസയും. ആന്ധ്രാപ്രദേശിൽ 25 ലോക്സഭാ സീറ്റുകളാണുള്ളത്. ഒറീസയിൽ 20 സീറ്റുകളാണ് ഉള്ളത്. അങ്ങനെ 45 സീറ്റുകളാണ്. ഈ 2 സംസ്ഥാനങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അവിടെ ആര് ജയിച്ചാലും ആര് തോറ്റാലും ശരി, ഈ 45 സീറ്റുകളും BJPക്ക് സ്വന്തമായോ സഖ്യകക്ഷികളെ കൂട്ടിയോ ഭൂരിപക്ഷം തികയ്ക്കാൻ പറ്റാത്തൊരവസരം ഉണ്ടെങ്കിൽ ഈ 45 സീറ്റുകളും BJPക്ക് ഉപകാരപ്രദമാവും എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ നമുക്ക് ആദ്യം ആന്ധ്രയിലേക്ക് കിടക്കാം. 25 സീറ്റാണ് ആന്ധ്രയിലുള്ളത്. കഴിഞ്ഞ തവണ 22 സീറ്റ് ജഗ്മോഹൻ റെഡ്ഡിയുടെ YSR കോൺഗ്രസിന് ലഭിച്ചു. തെലുങ്ക് ദേശത്തിന് 3 സീറ്റുകൾ ലഭിച്ചു. BJPക്ക് സീറ്റൊന്നും ലഭിച്ചില്ല. ഇത്തവണ ആന്ധ്രയിൽ ത്രികോണ മത്സരം, അതായത് 3 മുന്നണികളാണ് മത്സരിക്കുന്നത്. കോൺഗ്രസ് ഒരു ഭാഗത്ത്, YSR കോൺഗ്രസ് ഒരു ഭാഗത്ത്, TDPയുടെ ഒപ്പം BJPയും പവൻ കല്യാണിന്റെ പാർട്ടിയും ചേർന്ന് മത്സരിക്കുന്നു. അപ്പോൾ ഈ 25 സീറ്റുകളിൽ എന്തായാലും ഇപ്പോൾ നിലവിലുള്ള അനുമാനങ്ങൾ അനുസരിച്ച് TDP സഖ്യത്തിന് ഭൂരിപക്ഷം സീറ്റുകൾ ലോക്സഭയിലേക്ക് ലഭിക്കുകയും അതേ പ്രകടനം അവർ സംസ്ഥാന നിയമസഭയിലും ആവർത്തിക്കും ഉള്ളൊരു പ്രതീക്ഷയാണ് ഉള്ളത്. അപ്പോൾ സംസ്ഥാന ഭരണവും BJP പങ്കാളിയാവും. ലോക്സഭയിലേക്കും ഭൂരിപക്ഷം സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ 25 സീറ്റുകളിൽ കോൺഗ്രസിന് സീറ്റുകൾ ലഭിക്കാൻ ഒന്നുപോലും ലഭിക്കുവാൻ സാധ്യതയില്ല. TDP നയിക്കുന്ന മുന്നണിയും YSR കോൺഗ്രസുമായിട്ടായിരുന്നു സീറ്റുകൾ തെരഞ്ഞെടുപ്പിൽ വിഭജിച്ചു പോവുക. അപ്പോൾ 25 സീറ്റുകളിൽ എത്ര സീറ്റ് TDP മുന്നണിക്ക്, BJP ഉൾപ്പെടുന്ന മുന്നണിക്ക് ലഭിച്ചാലും 25 സീറ്റിന്റെയും ഗുണം BJPക്ക് ലഭിക്കും. എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അവിടെ ഈ 3 മുന്നണികളാണ് മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ കോൺഗ്രസിൽ നിന്നും തെറ്റിപ്പോകുന്ന പാർട്ടിയാണ് YSR കോൺഗ്രസ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ സ്പ്ലിറ്റ് ഉണ്ടാക്കി ജഗ്മോഹൻ റെഡ്ഡിയുടെ അമ്മയും സഹോദരിയുമാണ് ഇപ്പോൾ കോൺഗ്രസിന് നേതൃത്വം നൽകുന്നത്. അപ്പോൾ യാതൊരു കാരണവശാലും ജഗ്മോഹൻ റെഡ്ഡിക്ക് കോൺഗ്രസുമായിട്ട് ചേരാൻ പറ്റുകയില്ല. പുറത്തു നിന്നെങ്കിലും ഒരു BJP സർക്കാരിനെ അവർക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ പിന്തുണ നൽകേണ്ടി വരും. അപ്പോൾ 25 സീറ്റുകളും തങ്ങൾ നിൽക്കുന്ന മുന്നണി ഈ ഭൂരിപക്ഷം സീറ്റുകളും ജയിച്ചില്ലെങ്കിലും, എത്ര ജയിച്ചാലും ശരി, 25 സീറ്റുകളും ഫലത്തിൽ BJPക്ക് അനുകൂലമാകും. അതേപോലെ തന്നെ ഒരു അവസ്ഥയാണ് ഒറീസയിലും ഉള്ളത്. 20 സീറ്റുകൾ ഉള്ള ഒറീസയിൽ അവിടെയും ഒരു 3 മുന്നണികളായിട്ടാണ് മത്സരം. 3 മുന്നണികൾ എന്ന് പറഞ്ഞാൽ 3 പാർട്ടികൾ ആണ് അവിടെ മെയിനായിട്ടുള്ളത്. ബിജു ജനതാദളിന്റെ വിഭാഗം, BJP, കോൺഗ്രസ്. കഴിഞ്ഞ തവണ ബിജു ജനതാദളിനായിരുന്നു കൂടുതൽ ലോക്സഭാ സീറ്റുകൾ. ഇത്തവണ ബിജു ജനതാദളും BJPയും തമ്മിലുള്ള ഒരു ധാരണയ്ക്ക് അവിടെ നിയമസഭ തെരഞ്ഞെടുപ്പും കൂടി നടക്കുന്നുണ്ട്. ഒരു തുടക്കത്തിൽ ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് എന്തോ BJP അതിൽ നിന്ന് പിന്മാറി. അതായത് ഇങ്ങനെ 1ഉം 2ഉം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടികൾ തമ്മിൽ ഒരു മത്സരം ഉണ്ടായാൽ അവിടെ കോൺഗ്രസിന് നാളെ അവിടെ കടന്നു വരാനൊരു അവസരം ഉണ്ടാവുന്നൊരു സംശയമാണ് BJP ഇതിൽ നിന്ന് വിലക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെയും അത് 20 സീറ്റിൽ തെരഞ്ഞെടുപ്പ് നടന്ന് കോൺഗ്രസിന് അവിടെ സീറ്റൊന്നും കിട്ടാൻ സാധ്യതയില്ല. BJPക്ക് കഴിഞ്ഞ തവണ കിട്ടിയേക്കാൾ കൂടുതൽ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സീറ്റുകളുടെ കണക്കിലേക്കൊന്നും ഞങ്ങൾ നടക്കുന്നില്ല. BJPക്ക് എത്ര സീറ്റ് കിട്ടിയാലും ബിജു ജനതാദളിന്
എത്ര സീറ്റുകൾ ലഭിച്ചാലും ആ 20 സീറ്റും ബി ജെ പിക്ക് ഒരു ഭൂരിപക്ഷം ലഭിക്കാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അത് ബി ജെ പിക്ക് ഉപകരിക്കും. അപ്പൊ ഇന്ത്യയിൽ 45 സീറ്റുകളിൽ കോൺഗ്രസിന് 2 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 45 സീറ്റുകളിൽ കോൺഗ്രസിന് ഒരു സീറ്റും ലഭിക്കുകയില്ല എന്ന് മാത്രമല്ല, ഈ വിവരം നമുക്ക് ഒരു പ്രീ പോൾ സർവേയുടെയോ പോസ്റ്റ് പോൾ സർവേക്കോ ഒന്നും പോകേണ്ട കാര്യമില്ല. കോൺഗ്രസിന് അവിടെ സീറ്റൊന്നും ലഭിക്കില്ല എന്നുള്ളത് 100% ഉറപ്പിച്ചു പറയാം. പാടൂർ പഠിപ്പിനിക്കെ പോയി നോക്കേണ്ട കാര്യവുമില്ല. അപ്പൊ ഈ 45 സീറ്റുകളും ബി ജെ പിക്ക് ഗുണകരമായ രീതിയിൽ ആണ് വരാൻ പോകുന്നത്. ഈ ഒരവസ്ഥ ഇന്നിപ്പോൾ തുടക്കത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിക്ക് സുഗമമായിട്ട് അധികാരത്തിൽ വരുന്നുള്ള ഒരു ട്രെൻഡായിരുന്നു നിലനിന്നിരുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇപ്പോൾ 4-ാം സ്റ്റേജിലെത്തി നിൽക്കുമ്പോൾ അതിൽ പോലും ചില ആളുകൾ സംശയം ഉന്നയിക്കുന്നുണ്ട്. ചില പെൻഷൻ പറ്റിയ പഴയ പ്രീ പോൾ പോസ്റ്റ് പോൾ സർവേക്കാരൊക്കെയാണ് അതിൻ്റെ പിന്നിലുള്ളത്. അതെന്തുമാകട്ടെ, ഈ 45 സീറ്റുകളും ബി ജെ പിക്ക് ഒരു ഭൂരിപക്ഷം കിട്ടാൻ ബുദ്ധിമുട്ട് ഉണ്ടാവുന്ന ഒരവസ്ഥയാണ് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ ഉണ്ടാവുന്നതെങ്കിൽ ഈ 45 സീറ്റുകളും ബി ജെ പിയുടെ പക്ഷത്ത് നിൽക്കാൻ നിർബന്ധിതരാകും.